അപ്പോൾ മച്ചാമാരെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലെ ഇൻവെർട്ടർ ഉണ്ടെങ്കിലും പുതിയതായിട്ട് ഇൻവെർട്ടർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും സാധാരണ ഇൻവെർട്ടർ കാരണം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ, നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഇത് നമ്മുടെ ആപക്കുട്ടനെ ചെറുനാരങ്ങ ബാറ്ററി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ പോവാണ്. ഇതിലുള്ള സാധനങ്ങൾ ചേട്ടൻ പറഞ്ഞു തരട്ടെ. അതെ, ഇതാണ് ലൈറ്റ്, ഇതാണ് കോപ്പർ, ഇത് ചെറുനാരങ്ങ, ഷിങ്ക്, കറണ്ട് പോയി. ഇതിപ്പോ എത്രാമത്തെ വട്ടോടാ കറണ്ട് പോകുന്നേ? ഇൻവെർട്ടർ വാങ്ങിച്ചേക്കണേ എന്തിനാണ്? ഇന്ന് കാലത്ത് തുടങ്ങി ഇതാണ് ഇവിടെ അവസ്ഥ. കറണ്ട് ഒട്ടും സ്റ്റേബിൾ അല്ല. കറണ്ട് പോയി കഴിയുമ്പോൾ ഷൂട്ട് ചെയ്യാനായിട്ട് ഗുണം വരും വെച്ചിട്ടാണ് ഇൻവെർട്ടർ വാങ്ങിച്ചു വെച്ചത്. ഇൻവെർട്ടർ ആണെങ്കിൽ അതിലും വലിയ കോമഡി. ബാറ്ററി ഇടയ്ക്ക് ബാറ്ററി വാട്ടർ തീരും, ഷട്ട് ഡൗൺ ആയി പോകും, പിന്നെയും സർവീസിന് കൊണ്ടുപോകും, ബാറ്ററി വാട്ടർ കയറ്റും. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻവെർട്ടർ വാങ്ങിച്ച് നമുക്ക് ഗുണം എന്ന് വിചാരിച്ചിട്ട് അതിനെ ടേക്ക് ചെയ്യേണ്ട അവസ്ഥയാണ്. സത്യം പറഞ്ഞാൽ മടുത്തൂട്ടാ, സത്യമായിട്ടും എടുത്തു. ഹായ് മച്ചാന്മാരെ, എല്ലാവർക്കും ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം. അപ്പോൾ മച്ചാന്മാരെ, നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്യുവർലി ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ്. അതായത് ഫ്യൂച്ചർ എന്താണെന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളത്. നമ്മളുടെ വീട്ടിൽ എല്ലായിടത്തും ഇൻവെർട്ടറുകൾ ഉണ്ടെങ്കിലും നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമല്ലേ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടത്. ഇപ്പൊ നമുക്ക് സ്ഥിരമായിട്ട് പണി തന്നുകൊണ്ടിരിക്കുന്ന വില്ലന്മാരുണ്ട് ഇവിടെ ഇരിക്കുന്നത്. സംഭവം നമ്മുടെ ഇൻവെർട്ടറും ബാറ്ററിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇൻവെർട്ടറാണ് പണി തരുന്നത്. ഒരിക്കലും ഇൻവെർട്ടർ അല്ല പണി തരുന്നത്. അവന്റെ പണി അവൻ എടുക്കുന്നുണ്ട്. പണി എടുപ്പിക്കേണ്ട ആള് പണി എടുക്കണില്ല. അതായത് ഈ കാണുന്ന നമ്മുടെ ബാറ്ററി, ഈ ബാറ്ററി നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നിങ്ങളുടെ വീട്ടിലേക്ക് ഇൻവെർട്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് പീസുകൾ ഉണ്ടാവുക. ഒരു യൂണിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻവെർട്ടറിന്റെ, പിന്നെ അതെ അതിലേക്ക് നമ്മൾ സപ്ലൈ കൊടുക്കുന്ന ബാറ്ററി. അപ്പൊ ഈ കാണുന്ന ബാറ്ററി കുട്ടനാണ് പണി തന്നിട്ട് നമുക്ക് എന്താ പറയുക ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ആദ്യമൊക്കെ നമ്മൾ ഇൻവെർട്ടർ വീട്ടിൽ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നല്ല പെർഫോമൻസ് ആയിരിക്കും. നമ്മുടെ വീട്ടിൽ കറണ്ട് പോയി അപ്പൊ തന്നെ എന്താ പറയുക നല്ല വെട്ടം വെളിച്ചൊക്കെ വരും. അയൽവക്കത്തെ വീട്ടിൽ കറണ്ട് പോയാലും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഇങ്ങനെ മിന്നി നിൽക്കും ഇൻവെർട്ടർ വെച്ച ആദ്യത്തെ സമയങ്ങളിൽ. പിന്നീട് കുറച്ച് നാൾ അത് ഓടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പണികൾ വന്നു തുടങ്ങുക. ആദ്യം നമ്മുടെ എന്താ പറയാ കുറച്ച് കപ്പാസിറ്റി കുറയും, കുറച്ച് നേരം കറണ്ട് നിൽക്കും, അത് കഴിയുമ്പോൾ പോകും. പിന്നെ എന്താ പറയുക പെട്ടെന്ന് ആവും. അതായത് കറണ്ട് പോകും, ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ വീട്ടിൽ ആ ഒരു ഇൻവെർട്ടർ വഴി കിട്ടുന്ന കറണ്ടും പോകും. അങ്ങനെ നമ്മൾ എന്താ പറയാ ബാറ്ററി മൊത്തത്തിൽ പണി തന്നു തുടങ്ങും. ബാറ്ററി വാട്ടർ മാറ്റേണ്ട അവസ്ഥ, ബാറ്ററി സർവീസിന് കൊടുക്കേണ്ട അവസ്ഥ, ബാറ്ററിയിൽ നിന്ന് ബാഡ് സ്മെല്ലുകൾ വന്നു തുടങ്ങുക, അതുപോലെ തന്നെ ഹീറ്റ് ഇഷ്യൂ, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ വന്ന അവസാനം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇൻവെർട്ടറിന്റെ ബാറ്ററിയുടെ കെയർ ടേക്കറായി നമ്മൾ മാറേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും. ഇത്ര നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പോട്ടെ എന്ന് വെക്കാം. പക്ഷേ ഈ അടുത്ത് ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചായിരുന്നു. അതായത് നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻവെർട്ടറിൽ ഈ ഒരു ലെഡ് ആസിഡ് ബാറ്ററി നമ്മൾ മിക്കവാറും വീടിന്റെ അകത്ത് തന്നെ ആയിരിക്കും വെക്കുന്നത്. ഇതിൽ നിന്ന് പുറത്തു വരുന്നത് ടോക്സിക് ഫ്യൂംസ് വരുന്നുണ്ട് ഇത്ര. അതായത് നമ്മുടെ വീട്ടില് നമ്മുടെ മക്കള്, കൊച്ചുമക്കള്, അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ്, ഇവരൊക്കെ ഉള്ള റൂമിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ വീടിന്റെ ഉള്ളിൽ ടോക്സിക് ഫ്യൂംസ് വന്നുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഡേഞ്ചർ അല്ലേ? എന്റെ കാര്യത്തിലൊക്കെ ഭയങ്കര കൺസേൺ ആണ് ഞാൻ ആ കാര്യത്തിനെ പറ്റി. അത് നമ്മളുടെ വേണ്ടപ്പെട്ടവരുള്ള വീട് ഒരു ടോക്സിക് ഫ്യൂംസ് വരുന്ന ഒരു സ്ഥലമായി മാറുന്നത് ഒരിക്കലും നമുക്ക് നല്ലതല്ല. അപ്പോഴാണ് സീരിയസ് ആയിട്ട് ഒരു കാര്യം ഞാൻ ആലോചിച്ചത്. വാട്ടർ ഇല്ല, ഫ്യൂംസ് ഇല്ല, സർവീസ് ഇല്ല, പക്ഷെ പവർ കോംപ്രമൈസ് ചെയ്യാത്ത ഒരു പെർമനന്റ് സൊല്യൂഷൻ നമുക്ക് വേണമെന്ന്. അങ്ങനെ ഇതിനെപ്പറ്റി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പേര് മാത്രം വീണ്ടും കേട്ടത്. അത് വേറെ ആരുമല്ല, ഹൈക്കൺ. ഇത് പുതിയ ബ്രാൻഡ് ഒന്നല്ല. കേരളത്തിലെ പവർ സൊല്യൂഷൻ രംഗത്ത് ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഹൈക്കൺ. അവരുടെയാണ് ഹൈ ലൈഫ് ലിഥിയം ഫെറോ ഫോസ്ഫേറ്റ് ഇൻവെർട്ടർ ബാറ്ററി. അപ്പൊ നമ്മുടെ ലിഥിയം ഫെറോ ഫോസ്ഫേറ്റ് ബാറ്ററി നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ? അപ്പൊ മച്ചാന്മാരെ, ഇതാണ് നമ്മൾ പറഞ്ഞ ബാറ്ററി. അപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന ഇതാണ് ലിഥിയം ഫെറോ ഫോസ്ഫേറ്റ് ബാറ്ററി, LiFePO4. ഇത്ര കാര്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ ഒരു ബാറ്ററിയുടെ സ്പെഷ്യാലിറ്റീസ്, ഇതിന്റെ അഡ്വാൻറ്റേജസ് ഞാനൊന്ന് പറഞ്ഞു തരട്ടെ. ഈ കാണുന്ന ഇത്തിരി കുഞ്ഞൻ 100 ഹൈ ലൈഫ് ബാറ്ററി 150 ട്യൂബുലർ ബാറ്ററിക്ക് ഈക്വലന്റ് ആണ്. കാരണം ഇതിന്റെ യൂസബിൾ കപ്പാസിറ്റി വളരെ കൂടുതലാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിന്റെ വെയിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും 12 കിലോ വരുന്നുള്ള 100 ബാറ്ററിക്ക്. ഇതേ സമയം തന്നെ നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ട്യൂബുലർ ബാറ്ററി ആണെങ്കിൽ 50 കിലോന് മേളിൽ വരും. അതായത് ഇപ്പൊ എന്താ പറയാ, നമുക്കൊന്ന് ഇൻവെർട്ടറിന്റെ സൈഡ് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാൾ പിടിച്ചാലൊന്നും പെട്ടെന്ന് ആ ബാറ്ററി നീക്കാൻ പറ്റില്ല. ഇതിപ്പോ സാധാരണ ഒരു വീട്ടമ്മയ്ക്ക് പോലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ എവിടെയെങ്കിലും നീക്കി വെക്കാനുള്ള ഓപ്ഷനാണിത്. 12 കിലോ വരുന്നുള്ളൂ. ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ അടുത്ത പോയിന്റ്, ഇതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 15 വർഷമാണ്. പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കോ? സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ട്യൂബുലർ ബാറ്ററിക്ക് 3-4 വർഷം അത്രേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം, സീറോ മെയിൻ്റനൻസ് ഉണ്ട് ഇത് വരുന്നത്. അതായത് വാട്ടർ ലീക്കേജ്, കൊറോഷൻസ്, അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഇതിന് വരുന്നില്ല. ഫാസ്റ്റ് ചാർജിങ് ആണ്, ലോ പവർ കൺസപ്ഷൻ ആണ്, ലെഡ് ഫ്രീ ആണ്, ഫ്യൂംസ് ഇല്ല, വീടിന്റെ അകത്ത് വെക്കാൻ കംപ്ലീറ്റ്ലി സേഫ് ആണെന്ന് പറയാം. സാധാരണ ട്യൂബുലർ ബാറ്ററീസ് പോലെയല്ല, ഹൈ ലൈഫ് ബാറ്ററീസിലെ ബിൽറ്റ് ഇൻ BMS വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് നമുക്ക് ഈ ബാറ്ററീസ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും.
ഇത് വെറും ബാറ്ററി അല്ല, ഫ്യൂച്ചർ ടെക്നോളജി തന്നെയാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഇനി ഇതിന്റെ ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് പറയട്ടെ. ഏത് ഇൻവെർട്ടറിന്റെ കൂടെ ഈ ബാറ്ററി കണക്ട് ചെയ്യാം. 12.8 വോൾട്ട്, 25.6 വോൾട്ട്, 35.2 വോൾട്ട്, 48 വോൾട്ട്, 51.2 വോൾട്ട്, 73.6 വോൾട്ട്, 96 വോൾട്ട്, 121.6 വോൾട്ട്, ഈ എല്ലാ വേരിയൻസും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ സ്മോൾ ഹോം സെറ്റപ്പ് ആണെങ്കിലും ഹെവി ലോഡ് സിസ്റ്റം ആണെങ്കിലും സൊല്യൂഷൻ റെഡിയാണ്. ഈ ഹൈലൈഫ് ബാറ്ററീസിൽ സ്മാർട്ട് LED ഡിസ്പ്ലേ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചാർജ് ഒക്കെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് അറിയാം. ഹൈലൈഫ് ബാറ്ററീസിന് 5 വർഷം വരെ വാറന്റി അഷ്യൂർ ചെയ്യുന്നുണ്ട്. അതിലുപരി ഫാസ്റ്റ് ആൻഡ് അഷ്യൂർഡ് ഹോം സർവീസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹൈക്കൺ ഒരു കേരള ബേസ്ഡ് കമ്പനി ആയതുകൊണ്ട് തന്നെ സർവീസിനെ പറ്റിയിട്ടുള്ള യാതൊരു ടെൻഷൻസും നിങ്ങൾക്ക് ആവശ്യമില്ല കേട്ടോ. ഹൈക്കണിന്റെ ഹൈലൈഫ് ബാറ്ററീസ് പൂർണ്ണമായും കേരളത്തിന്റെ മണ്ണിൽ കൊച്ചിയിലെ ഹൈക്കണിന്റെ അത്യാധുനിക ഫാക്ടറിയിലാണ് നിർമ്മിക്കുന്നത്. സുരക്ഷയിലും കരുത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത അത്യാധുനിക ബ്ലേഡ് ടെക്നോളജി സെല്ലുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതീവ സൂക്ഷ്മതയോടുകൂടിയുള്ള നിർമ്മാണ രീതികൾ ഓരോ ബാറ്ററിയുടെയും ഈടുനിൽപ്പ് ഉറപ്പാക്കുന്നു. ഇൻവെർട്ടർ ഉണ്ടാക്കിയ ടെൻഷൻ ഇനി നമുക്ക് വേണ്ട. ബാറ്ററി വാട്ടർ, ടോക്സിക് ഫ്യൂംസ്, മെയിൻ്റനൻസ് ഇതെല്ലാം വിട്ടേക്കൂ. സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള മോഡേൺ ലോങ് ടൈം സൊല്യൂഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഹൈക്കന്റെ ഹൈലൈഫ് ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ഇൻവെർട്ടർ ബാറ്ററിയിലേക്ക് സ്വിച്ച് ചെയ്തോളൂ. ഈ പ്രൊഡക്റ്റിനെ പറ്റി കൂടുതൽ അറിയാനും പർച്ചേസ് ചെയ്യാനായിട്ട് നിയറസ്റ്റ് ഡീലറെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഹൈക്കന്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അത് മാത്രമല്ല ആമസോണിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. പ്രൊഡക്റ്റിന്റെ പർച്ചേസ് ലിങ്കും കൂടുതൽ ഡീറ്റെയിൽസും വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റ് ആയിട്ടും പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മോഡേൺ സേഫ് സെക്യൂർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഹൈക്കന്റെ ഹൈലൈഫ് ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ഇൻവെർട്ടർ ബാറ്ററി ദ ബെസ്റ്റ്. അപ്പോൾ മച്ചാമാർ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മച്ചാമാർ ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറ മച്ചാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജോ ജോസഫ് സൈനിങ് ഔട്ട്. അപ്പോൾ മച്ചാമാരെ ഇനി മെഴുകുതിരിയും കത്തിക്കേണ്ട, കറണ്ടും പോകില്ല. ഹൈക്കൺ ഹൈലൈഫ് ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ഇൻവെർട്ടർ ബാറ്ററി ഉണ്ടെങ്കിൽ